ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പി കേർഡ് റൈസുമായിട്ടാണ് ചെയ്യാൻ വരുന്നത്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. 1 കപ്പ് ചോറ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് ചെങ്കൽപ്പെട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നല്ല വെന്തിരിക്കണം, വെന്ത് കുറച്ച് ഉടഞ്ഞിരിക്കണം. 1 കപ്പ് തൈര്, ഉപ്പ് ആവശ്യത്തിന്, താളിക്കാനായി ശകലം ഉഴുന്ന് പരിപ്പും മറ്റ് സാദാ പരിപ്പും, പിന്നെ വറ്റൽമുളക്, ചുവന്നുള്ളി, കറിവേപ്പില. അവസാനം ഡെക്കറേഷനായി ശകലം പോമഗ്രാനൈറ്റ്. ആദ്യം നമ്മൾ ചോറിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും തൈരും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് വയ്ക്കണം. ആവശ്യത്തിന് ആദ്യം കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം പരിപ്പും ഉഴുന്നും ഇട്ട് കൊടുക്കുക. ായിട്ട് 3 മൂത്ത് വന്നതിന് ശേഷം ശകലം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. മുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി താളിച്ച് വച്ചിരിക്കുന്നതിനെ ചോറിലോട്ട് റൈസ് സാധനത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അവസാനം ഡെക്കറേഷനായി ശകലം നമുക്ക് പോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നിർബന്ധമില്ല, ഓപ്ഷനലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല ഒരു ന്യൂ ഇയർ ഞാൻ ആശംസകൾ നേരുകയാണ്. വരുന്ന 2026 എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു 2026 ഇയർലി നല്ല ജനുവരി 1 ടു ഡിസംബർ 31 വരെ ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഞാൻ നിങ്ങളെ നല്ല ഉയർച്ചയിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.